വി.ഡി. സതീശൻ ഇന്ന് കുറച്ച് സുപ്രധാനമായ തീരുമാനങ്ങൾ പറഞ്ഞു. അതിന്റെ അലയൊലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ആഘോഷങ്ങളും തുടങ്ങി. അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് കേരയിൽ അങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്നും അത് നിർത്തലാക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നു. അതിൽ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്, അതിന്റെ ആഹ്ലാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഓഗസ്റ്റോടുകൂടി PSC കാലാവധി അവസാനിപ്പിക്കുന്നവർക്ക് 3 മാസം കൂടെ ഒരു എക്സ്റ്റൻഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. ഒരു PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നല്ല തീരുമാനമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ ആ DPR-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഇടതുപക്ഷ സർക്കാർ മഞ്ഞക്കുറ്റി ഇടുന്ന സമീപനങ്ങളിലേക്ക് പോയിരുന്നു. ഇപ്പൊ സിൽവർ ലൈൻ പദ്ധതി വന്ന സമയത്ത് അന്ന് തന്നെ ഉമാ തോമസ് പ്രതികരിച്ചിരുന്നു, ആർക്കാണ് ഇത്ര വേഗം യാത്ര ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനില്ല, ആർക്കും വേഗത വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യം. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കുഴപ്പമില്ലാത്ത തീരുമാനങ്ങൾ. കാരണം ഒരുപക്ഷെ അന്ന് തന്നെ അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ആൾക്കാര് CR നീലകണ്ഠൻ അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകരെല്ലാം പറഞ്ഞൊരു കാര്യം, ഇതിനെ ഭൂമിയെ രണ്ടായി, അതായത് കേരളത്തെ 2 പാർട്ടാക്കി തിരിക്കുന്ന തരത്തിലേക്ക് ആയിരിക്കും അത് പോകുന്നത്. പാരിസ്ഥിതികമായി വലിയ ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ തന്നെയല്ല, നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു വന്നവരാണ്. അപ്പൊ അതിൻ്റെതായ പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വി.ഡി. സതീശൻ അടക്കമുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പൊ അതിലെ പരിസ്ഥിതി പ്രവർത്തകനാണ് CR നീലകണ്ഠൻ. അദ്ദേഹം അടക്കമുള്ള ആളുകളും ചില സംഘടനകളും എല്ലാം അതിനെ നിശിതമായി എതിർത്തിരുന്നു. ശരി, അങ്ങനെ കേരളത്തെ 2 ഘട്ടമാക്കി മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു സിൽവർ ലൈൻ പോലെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കേണ്ട എന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അത് തന്നെയല്ല, അതിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഒക്കെ ഉണ്ട്. 2800 കോടിയോ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ ചെലവ് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ അത്രയും വലിയൊരു ചെലവൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകണ്ട എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഗുഡ് എന്ന് പറയേണ്ടി വരും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PSC വിജ്ഞാപനം, അതിന്റെ 2026 ഓഗസ്റ്റിൽ അവസാനിക്കുന്ന PSC വിജ്ഞാപനത്തിന്റെ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനം. കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നെങ്കിൽ അങ്ങനെ. എന്തായാലും ആദ്യത്തെ 1-2 കാര്യങ്ങളൊക്കെ വളരെ ജനോപകാരപ്രദം എന്നുള്ള നിലയിലാണ്. പിന്നെ 100 ദിന കർമ്മ പദ്ധതികൾ, പിന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയ ചില കാര്യങ്ങളുണ്ട്. കിഫ്ബി എന്ന് പറയുന്നൊരു പ്രോജക്ട് നായനാറിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം കിഫ്ബി എന്ന് പറയുന്നത്, അപ്പം ബഡ്ജറ്റിന് പുറത്ത് നിന്ന് കടമെടുത്തുകൊണ്ട് ആണ് ഈ കിഫ്ബി കൊണ്ടുള്ള ഗുണം. ഈ കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കിഫ്ബി. പക്ഷേ കിഫ്ബി വന്നതുകൊണ്ട് കേരളത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. റോഡുകൾ, പാലങ്ങൾ, പൊതുമരാമത്ത് വകുപ്പിന് ഒരു ജീവൻ നൽകിയത് കിഫ്ബി വന്നതിന് ശേഷമാണ്. മറ്റ് സ്വന്തമായി പഞ്ചായത്ത് ഓഫീസ് പോലും ഇല്ലാത്ത നമ്മുടെ നാടുണ്ടായിരുന്നു. അപ്പൊ അവർക്കെല്ലാം സ്വന്തമായി പഞ്ചായത്ത് ഓഫീസുകൾ വരുന്നു, നല്ല കെട്ടിടങ്ങൾ, ഹൈടെക് കെട്ടിടങ്ങൾ വരുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാൻ ഹൈടെക് ക്ലാസ് മുറികൾ വരുന്നു. അങ്ങനെ തുടങ്ങി നിരവധി ഡെവലപ്മെന്റ് നമ്മുടെ കേരളത്തിൽ സാധ്യമാകിയത് ഒരുപക്ഷെ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ വരവോടുകൂടി തന്നെയാണ്.